കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ CPM-ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് സമൻസ് നൽകി ED. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദമായ റിപ്പോർട്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായിരുന്ന CPM-ന്റെ 5 അക്കൗണ്ടുകൾ ആ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച 72 ലക്ഷം രൂപ, അതിനിടയിൽ പല ഘട്ടങ്ങളിലായി നടന്ന 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വീണ്ടും അന്വേഷണ സംഘം വിളിപ്പിക്കുന്നത്. നേരത്തെ 4 തവണ അന്വേഷണ സംഘം കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ MM വർഗീസ് തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവുകൾ ശേഖരിച്ച ശേഷം ഒരിക്കൽ കൂടി അന്വേഷണ സംഘം വിളിച്ചു വരുത്തുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് ഇതിന്റെ ഇടപാടുകളിൽ ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. പ്രധാനമായും ഭൂമി ഇടപാടുകളിലൂടെ ലഭിച്ച പണം, അത് CPM-ന് ലഭിച്ച പണം ഇത്തരത്തിലാണ് നിക്ഷേപിച്ചത് എന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല പാർട്ടിയുടെ ലെവി, ഫണ്ട് പിരിവുകളിലൂടെ ലഭിക്കുന്ന തുക എന്നിവയെല്ലാം ചെലവഴിച്ചത്, നിക്ഷേപിച്ചിരുന്നത് ഈ അക്കൗണ്ടുകളിലായിരുന്നു, ഈ 5 അക്കൗണ്ടുകളിലായിരുന്നു. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അനുസരിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിലുള്ള ഈ 5 അക്കൗണ്ടുകൾ 70 ലക്ഷം രൂപ, 50 ലക്ഷം രൂപയുടെ ഇടപാടുകൾ മാത്രമല്ല നടന്നിട്ടുള്ളത്. മറ്റു പല സഹകരണ ബാങ്കുകളിലും CPM-ന് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. അത് കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കത്ത് നൽകിക്കൊണ്ട് ഈ ഇടപാടുകളുടെയും ഈ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ MM വർഗീസിനെ ഒരിക്കൽ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻ മന്ത്രി AC മൊയ്തീൻ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ MK കണ്ണൻ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, ഇത്തരത്തിൽ പ്രമുഖ നേതാക്കളിൽ പലരെയും ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ അറസ്റ്റിലായ കേസിൽ പ്രതിയേർക്കപ്പെട്ട ആളുകൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് CPM നേതാക്കളുടെ വലിയ തോതിലുള്ള സമ്മർദ്ദവും ഇടപെടലുകളും എല്ലാം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. വായ്പ നൽകുന്ന കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായി പാർട്ടി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു, ഇടപെട്ടിരുന്നു. അങ്ങനെ അനധികൃതമായി വായ്പകൾ നൽകിയതിലൂടെയും വലിയ തുക പാർട്ടി നേതാക്കളുടെ കൈവശം എത്തിയിട്ടുണ്ട്, പാർട്ടിയുടെ കൈവശം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 17 ഏരിയ കമ്മിറ്റികളിലൂടെ ഇത്രയധികം പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുള്ളത് എന്ന കാര്യമാണ് അവരുടെ മൊഴികളിൽ പറഞ്ഞിട്ടുള്ളത്. അത് സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താനും കഴിഞ്ഞു. ഇങ്ങനെ നിർണായകമായ തെളിവുകൾ പലതും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MM വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയായി പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ കൂടുതലായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ട കുറ്റപത്രം നൽകിയതിനു ശേഷം 2ാം ഘട്ടത്തിൽ 2 കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു കൗൺസിലർ ആയിരുന്നു അറസ്റ്റിലായിരുന്നു എങ്കിൽ, PR അരവിന്ദാക്ഷൻ അറസ്റ്റിലായി റിമാൻഡിൽ തുടരുന്നുവെങ്കിൽ, 2ാം ഘട്ടത്തിൽ 2 കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. അത് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായ അനൂപ് ഡേവിസ് കാടയും ഒപ്പം തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറായ മധു അമ്പലപുരവുമായിരുന്നു. ഇവരെ ആദ്യഘട്ടത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്തതുപോലെ തന്നെ 2ാം ഘട്ട അന്വേഷണം, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമുള്ള അന്വേഷണത്തിലും പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തിരുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ചില ആളുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. വൈകാതെ തന്നെ ഇതിൽ 2ാം ഘട്ട കുറ്റപത്രം അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്.